ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഗർഭഫലം, അതിൻ്റെ 3 അർത്ഥങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമുക്ക് മറ്റ് ചില അർത്ഥങ്ങൾ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദൈവം മനുഷ്യനായത്, മനുഷ്യ മാംസം സ്വീകരിച്ചത് കന്യകയുടെ ഗർഭത്തിനുള്ളിൽ വെച്ചാണ്. കന്യകയുടെ, മറിയത്തിൻ്റെ. യേശു പൂർണ്ണമായും മനുഷ്യനാണ് എന്ന വിശ്വാസ സത്യത്തിൻ്റെ അടിത്തറയാണ് എലിസബത്ത് സ്പഷ്ടമാക്കുന്നത്. നമ്മൾ അത് മരിയസ്തുതിയിലേറ്റ് പറയുന്നു. നമ്മൾ നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു എന്ന് പറയുമ്പോൾ, നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹീതനാണെന്ന് പറയുമ്പോൾ, നിന്റെ ഗർഭഫലമായ ഈശോ, അതായത് ദൈവം മനുഷ്യ മാംസം സ്വീകരിച്ചത് കന്യകയുടെ ഗർഭത്തിനുള്ളിൽ വെച്ചാണ്. ദൈവം പൂർണ്ണമായും മനുഷ്യനാണ് എന്ന വിശ്വാസ സത്യം അത് മറിയത്തിൽ നിന്ന് മാംസം സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് ആ വിശ്വാസ സത്യം നമ്മൾ ഏറ്റുപറയുകയാണ് മരിയസ്തുതി ചൊല്ലുമ്പോൾ. അപ്പോൾ ഈ മരിയസ്തുതി എന്ന് പറഞ്ഞാൽ മറിയത്തെ സ്തുതിക്കല്ല, മറിച്ച് വിശ്വാസ സത്യം ഏറ്റുപറയുകയാണ്. യേശു പൂർണ്ണമായും മനുഷ്യനാണ്, കാരണം മനുഷ്യ സ്ത്രീയായ മറിയത്തിൽ നിന്നാണ് അവൻ മനുഷ്യത്വം സ്വീകരിച്ചത്. വേറൊരു സംഗതി കൂടിയുണ്ട്. അടുത്തൊരു പോയിന്റ്, 5ാമത്തെ പോയിന്റ്. ഈ യേശുവിൻ്റെ അമ്മ, ഈശോയുടെ അമ്മയോടാണ് എലിസബത്ത് പറയുന്നത്, നിന്റെ ഗർഭഫലം, നിന്റെ, ഏകവചനത്തിലാണ്. നിങ്ങളുടെ പ്രവൃത്തിഫലം എന്ന് ബഹുവചനത്തിലല്ല എലിസബത്ത് പറയുന്നത്. അതായത് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ഉൾച്ചേർൽ കണക്കിലെടുത്തിട്ട് നിങ്ങളുടെ ഗർഭഫലം എന്നല്ല പറയുന്നത്, നിന്റെ, ഏകവചനത്തിലാണ്, നിന്റെ. അതായത് ഒരു മാനുഷിക അപ്പനില്ലാതെയാണ്, കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന സത്യം, കന്യകയുടെ ഗർഭധാരണം എന്ന സത്യം എലിസബത്ത് അംഗീകരിച്ചേറ്റ് പറയുകയാണ്. നിന്റെ ഗർഭഫലം, നിന്നിൽ ഉരുവായത് പരിശുദ്ധാത്മ ശക്തി കൊണ്ട, ജോസഫിന്റെ അല്ല. അത് നിന്റെ ഗർഭഫലമാണ്, അല്ലാണ്ട് ജോസഫിന്റെ അല്ല. അപ്പം മറിയത്തിലുണ്ടായ ആ കന്യകാത്വന്റെ ഭംഗം വരാതെ, മാനുഷിക പിതാവില്ലാതെ യേശു ജനിച്ചിരിക്കുന്നു എന്ന പോയിന്റാണ് പറയുന്നത്. ഇത് വലിയ സത്യമാണ്. ആ സത്യം പ്രഘോഷിക്കുകയാണ് എലിസബത്ത്. യേശുവിന് മാനുഷിക ശരീരം കൊടുക്കുന്നതിൽ മറിയത്തിന് മാത്രമേ പങ്കുള്ളൂ, ജോസഫിനില്ല. അതുകൊണ്ടാണ് നിന്റെ ഗർഭഫലം എന്ന് ഏകവചനത്തിൽ പറയുന്നത്. അടുത്തൊരർത്ഥം, 6ാമത്തെ. നമുക്കിത് ഒരുപാട് വികസിപ്പിക്കാൻ കേട്ടോ. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കന്യകയുടെ ഗർഭധാരണമൊക്കെ ശാസ്ത്രീയമായിട്ടും എങ്ങനെയൊക്കെ അവതരിപ്പിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. മകൻ എന്ന വാക്ക് ഉപയോഗിച്ച് നിൽക്കുക. നിന്റെ മകൻ അനുഗ്രഹീതൻ. ഗർഭഫലം അനുഗ്രഹീതൻ എന്ന് പറയുന്നതിന് പകരം മകൻ എന്ന് വാക്ക് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ മകൻ എന്ന് പറഞ്ഞാൽ മകളല്ല, മകനാണ്, ആൺകുട്ടിയാണ്, പെൺകുട്ടിയല്ല എന്ന സൂചന. അതായത് ഈ ജനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പോകുന്ന കുഞ്ഞിൻ്റെ ലിംഗം ഏതാണ്, ജെൻഡർ ഏതാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. നിന്റെ മകൻ, നിന്റെ ഗർഭഫലം എന്ന് പറയുന്നതിന് പകരം നിന്റെ മകൻ അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ആൺകുട്ടിയാണ് പിറക്കാൻ പോണ, പെൺകുട്ടിയല്ല എന്ന അർത്ഥം കിട്ടുള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥങ്ങളെല്ലാം കൂടി അത് കിട്ടത്തില്ല. എന്നാൽ ഗർഭഫലം എന്നത് ശരീരത്തിന്റെ ഫലമാണെന്ന് സൂചിപ്പിക്കുകയാണ്. അതിനർത്ഥം മനുഷ്യജീവന്റെ ഉറവിടം, മനുഷ്യജീവന്റെ പവിത്രത, മനുഷ്യജീവന്റെ വിസ്മയം, ഈശോയുടെ അത്ഭുതകരമായ ജനനം, ഇതെല്ലാം സൂചിപ്പിക്കുകയാണ് ഗർഭഫലം എന്ന വാക്ക്. മനുഷ്യജീവന്റെ ഉറവിടം, മനുഷ്യജീവന്റെ പവിത്രത, മനുഷ്യജീവന്റെ വിസ്മയം, യേശുവിൻ്റെ അത്ഭുതകരമായ ജനനം. ഞാൻ വെറുതെ ഒരു ഹോംവർക്ക് പറയട്ടെ. വെറുതെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങളുടെ കണ്ണ്, കാത്, മൂക്ക്, ഈ ശരീരം മുഴുവൻ, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ വിസ്മയമല്ലേ? നമ്മൾ ചോദിച്ചു വാങ്ങി കിട്ടിയതാണ് ഇതൊക്കെ. നമ്മുടെ ബുദ്ധിയും ബോധവും സൗന്ദര്യവും എല്ലാം, ആരോഗ്യവും ഒക്കെ എന്തൊക്കെ നമുക്കിപ്പോൾ ഉണ്ടോ അതെല്ലാം ബോണസ് അല്ലേ? നമുക്ക് അവകാശമായി കിട്ടിയതല്ലല്ലോ. പിന്നെ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് മിടിക്കുന്നത്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം, ഇതൊക്കെ നമുക്കറിയോ? ഇല്ല. ഇനിയിപ്പോൾ ഡോക്ടർമാരടുത്ത് ചെന്നാലും അവർക്കെല്ലാം അറിയാൻ പറ്റുമോ? ഇല്ല. എന്തിനാണ് ഇത്രമാത്രം അവയവങ്ങളുള്ളതെന്ന് എല്ലാ അവയവങ്ങളുടെയും അർത്ഥങ്ങൾ വൈദ്യശാസ്ത്രത്തിന് അറിയോ? ഇല്ല. പിന്നെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം നമ്മൾ എന്ത് വലിയൊരു വിസ്മയമാണ്. പക്ഷേ ഈ നമ്മളാകുന്ന വിസ്മയം ജനിച്ചത് ഒരു ഏക കോശത്തിൽ നിന്നാണ്. അപ്പം മനുഷ്യജീവന്റെ ഉറവിടം, ഗർഭഫലം എന്ന് പറയുമ്പോൾ എന്തുമാത്രം സത്യമാണ് അതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ മനുഷ്യജീവന്റെ പവിത്രത. ആ ഏകകോശ ജീവിയാണ് വളർന്ന് വലുതാകുന്നത്. ആ ഏകകോശത്തെ കൊന്നാൽ മനുഷ്യനെ കൊന്നു. മനുഷ്യജീവന്റെ പവിത്രത, അതേക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറയാം, അതിലേക്ക് വരാം. മനുഷ്യജീവന്റെ വിസ്മയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ തന്നെ നോക്കിയാൽ, ഈ പ്രകൃതിയെ നോക്കിയാൽ മനസ്സിലാകും എന്ത് വലിയ വിസ്മയമാണെന്ന്. ഓരോന്നും വിസ്മയമല്ലേ? ഓരോ പൂക്കളെടുത്താൽ വിസ്മയമല്ലേ? നമ്മുടെ ഒരു മുടി എൻ്റെ മുടി ഓരോ ദിവസം ഓരോ തരത്തിൽ നിൽക്കണേ, അതൊരു വിസ്മയാണ് ഇല്ലേ? ഈ മുടിയുടെ അതിൻ്റെ വല്ല നിയന്ത്രണം എൻ്റെ മേലോ എനിക്കുണ്ടോ? അതിൻ്റെ നിറോ ഒന്നും തന്നെ നമുക്ക് മാറ്റാനോ എപ്പോൾ കൊഴിയണം ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ദൈവം നിശ്ചയിക്കുകയാണ്, പ്രകൃതി നിശ്ചയിക്കുകയാണ്. അതുപോലെ ഈശോയുടെ അത്ഭുതകരമായ ജനനം, കന്യകാത്തിന്റെ ഭംഗം വരാതെ ദൈവത്തിന്റെ സർഗശക്തി പ്രവർത്തിച്ച് അവൾ അനുസരണം എന്ന കവാടത്തിലൂടെ കടന്ന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത് അവളിലൂടെയാണ്, ഈ മറിയം എന്ന സ്ത്രീയിലൂടെയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കാണ് ഗർഭഫലം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഫലം. അങ്ങനെ പറഞ്ഞാലേ അതിന് ഉത്തരം കിട്ടൂ. മകൻ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അവൻ ആൺകുട്ടിയാണ്, മകൾ എന്ന വാക്ക് ഉപയോഗിച്ചാൽ പെൺകുട്ടിയാണെന്ന് അർത്ഥമല്ലാതെ ഈ പറഞ്ഞ ശരീരത്തിന്റെ ഫലം ഗർഭഫലം എന്ന അർത്ഥമൊന്നും മകനും മകൾക്കെന്ന വാക്കിന് കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ബൈബിളിൽ മക്കളെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ദാനവും സ്ത്രീയുടെ ഗർഭഫലവും എന്നാണ്. ദൈവത്തിന്റെ ദാനവും സ്ത്രീയുടെ ഗർഭഫലവും നിയമാവർത്തനം 7:13, 28:4 കാണാം. അപ്പോൾ പുരുഷന് പങ്കില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ അതില്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല. വലിയ സത്യങ്ങളാണ് ആവിഷ്കരിക്കുന്നത് ദൈവത്തിന്റെ ദാനം, സ്ത്രീയുടെ ഗർഭഫലം എന്ന് മക്കളെ അവതരിപ്പിക്കുമ്പോൾ. സ്ത്രീയുടെ ഗർഭത്തിലുള്ളത് ഒരാളാണ്, ഒരാള്, ദൈവത്തിന്റെ ദാനമായ ആള്. അത് അമ്മയുടെ ശരീരത്തിന്റെ ഒരു അവയവമല്ല. അതുകൊണ്ട് അമ്മയുടെ ശരീരത്തിൽ ഒരു അവയവം മുറിച്ച് കളയുന്നത് പോലെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഗർഭഛിദ്രം വഴി, ഭ്രൂണകത്തിക വഴി നശിപ്പിക്കാൻ അമ്മയ്ക്ക് അധികാരമില്ല. അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമല്ല ഗർഭത്തിലെ കുഞ്ഞ്. അതൊരു വേറെ പുതിയ ജീവനാണ്, പുതിയ ആളാണ്. അതിനാൽ അമ്മയ്ക്കോ അപ്പനോ ആ ശിശുവിനെ കൊന്നു കളയാൻ അവകാശമില്ല. അങ്ങനെ അവകാശം കൊടുത്ത ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാരുകൾ ചെയ്യുന്നത് തെറ്റാണ്. സർക്കാർ ചെയ്തത് കൊണ്ട് പോലീസ് പിടിക്കില്ല എന്നല്ലാതെ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരല്ലാണ്ടാകില്ല. ഇപ്പോൾ ഗർഭഛിദ്രം അനുവദിച്ചിട്ടുണ്ട്, ഇത്ര ആഴ്ച വരെയൊക്കെ 24 ആഴ്ച പറ്റേ ഗർഭഛിദ്രം അനുവദിച്ചിട്ടുണ്ട് പല സർക്കാരുകളും. സർക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഗർഭഛിദ്രം നടത്തിയാൽ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരല്ലേ എപ്പോഴും? സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. കത്തോലിക്ക സഭ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ഗർഭഛിദ്രം അനുവദിക്കുന്നുണ്ട്. അതൊന്നിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഞാൻ പറയുന്നത് പൊതുവായുള്ള രീതിയാണ്. അപ്പോൾ ഗർഭഛിദ്ര നിയമം ദൈവത്തിന് നിരക്കുന്നതല്ല, അത് വെളിപ്പെടുത്തുകയാണ്. എപ്പോഴാണ് മനുഷ്യജീവൻ ആരംഭിക്കുന്നത്? ഗർഭത്തിന്റെ ആദ്യ നിമിഷം മുതൽ. ഗർഭഫലമാണ് ഓരോ കുഞ്ഞും. അപ്പോൾ ജീവന്റെ പവിത്രതയാണ് എലിസബത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഗർഭഫലമാണ് ദൈവത്തിന്റെ ദാനവും സ്ത്രീയുടെ ഗർഭഫലവുമാണ് ഓരോ കുഞ്ഞുങ്ങളും. അത് വെറും ഒരു ജീവശാസ്ത്രപരമായ അപകടത്തിൽ ഉണ്ടാകുന്നതല്ല, പുരുഷനും സ്ത്രീയും അങ്ങ് ചേർന്നപ്പോൾ ഉണ്ടായതാണ് എന്നൊന്നും അതിനെ തുച്ഛീകരിച്ചും ലളിതവൽക്കരിച്ചും പറയരുത്. ദൈവത്തിൽ നിന്നുള്ള പൈതൃകമാണ്, കൃപയാണ്, ദാനമാണ്, സ്ത്രീയുടെ ഗർഭഫലവുമാണ് മക്കള്. അതിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. സ്ത്രീകൾക്കാണ് ഗർഭപാത്രമുള്ളത്, അവരുടെ ഗർഭഫലമാണ് കുഞ്ഞുങ്ങൾ. ഞാൻ പറഞ്ഞു പുരുഷന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പക്ഷേ ഈശോയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആളില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഗർഭത്തിൽ 10 മാസം കൊണ്ട് നടക്കുന്നത് ഈ അമ്മ തന്നെയാണ്. ആ കാലയളവിലുണ്ടാകുന്ന സംഗതികളെക്കുറിച്ചൊക്കെ സ്ത്രീകൾക്കല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഗർഭിണികളായ ആളുകൾ എത്രയോ പേര് നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവരുടെ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തന്നെ അവർ പറയും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറുതായി ആയി തുടങ്ങിയിട്ടുണ്ട്, പണ്ടതൊക്കെ പ്രയാസമായിരുന്നു. ഇവിടെ ഗർഭിണികളാണെങ്കിൽ ഒന്ന് എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർ ഈ ഭർത്താവ് നമ്മുടെ കൈയെടുത്തിട്ട്, അച്ഛൻ്റെ കൈയെടുത്തിട്ട് അവൻ്റെ ഭാര്യയുടെ വയറിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. ഭാര്യ അത് പറയും. അത് യൂറോപ്പിലെ രീതിയാണ്. അതായത് ഈ സ്ത്രീയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു വിസ്മയമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ സ്ത്രീയുടെ ഗർഭത്തിലാണ്. ആ സ്ത്രീയുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും അവളുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഈ കുഞ്ഞിലേക്ക് വരാം. അപ്പം എന്തുമാത്രം പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ, വിശുദ്ധമായ അന്തരീക്ഷത്തിലാണ് ഈ ഗർഭിണിയായ സ്ത്രീ വളരേണ്ടത്. നമുക്ക്
നിങ്ങളുടെ വീടുകളൊക്കെ അറിയാലോ, ഒരാൾ ഗർഭിണി ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും വഴക്കും വക്കാടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് കുടുംബങ്ങളിൽ. അതെല്ലാം ഈ കുഞ്ഞുങ്ങളെ ദോഷകരമായി ബാധിക്കില്ലേ? അപ്പോൾ സ്ത്രീകളുടെ മാഹാത്മ്യത്തിലേക്ക് ഈ ലോകത്ത് സ്ത്രീകൾ അവരാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്, പ്രസവിക്കുന്നത്. അവരുടെ ഗർഭത്തിൽ കിടന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാധാന്യം, സ്ത്രീ, അമ്മ, മക്കള്, ആ മാഹാത്മ്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ അമ്മമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ കാര്യം പറയും, അമ്മയ്ക്ക് പകരം മറ്റാരില്ലെന്നൊക്കെ പറയും. പക്ഷേ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ അങ്ങനെയാണോ പെരുമാറ്റങ്ങൾ? പിന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു. അങ്ങനെ പെരുമാറുന്ന ഏറ്റവും മോശം സംസ്കാരമുള്ള ഒരു നാടാണ് കേരളം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പറയണേ, സ്ത്രീകളോട് മാന്യമായി സംസാരിക്കാനും പെരുമാറാനും മലയാളികൾക്ക് അറിഞ്ഞുകൂടാ. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തും നമ്മളെല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം. എവിടെയോ നമുക്കൊരു ഒരു ഒരു പെശകുണ്ട് നമ്മുടെ സംസ്കാരത്തിന്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും മോശമായി കാണുകയും ചെയ്യുന്ന ഏറ്റവും ദുഷിച്ച സംസ്കാരങ്ങളിൽ ഒന്നാണ് കേരളത്തിൻ്റെത്. തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇല്ലാത്ത ഒരു ദോഷം കേരളത്തിലുണ്ട്. നമ്മളത് തിരിച്ചറിയണം. എന്നിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സഭയും സമൂഹവും സർക്കാരുകളും ഒക്കെ ഉണ്ടാക്കണം. കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റാനേ കഴിയൂ. നിയമങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല, നിയമങ്ങളും വേണം. അപ്പോൾ സ്ത്രീകളോടും അമ്മമാരോടും എങ്ങനെയൊക്കെ പെരുമാറണം, അവരൊക്കെയാണ് ഗർഭപാത്രമുള്ളത്. നമ്മൾക്ക് അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്നതാണ്. സ്ത്രീയുടെ ഗർഭഫലമാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് എലിസബത്ത് പറയുന്ന മറ്റൊരു സംഗതി. ഈ എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ, സ്ത്രീകൾ കുറേ പേരാണ് വെള്ളവസ്ത്രം ധരിച്ച് ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും വീടാന്തരം കയറി ഇറങ്ങിയിട്ട് മറിയം മുട്ടത്തോട് പോലെയാണ്, അവൾ പാപിനിയാണ്, മറ്റു സ്ത്രീകളെ പോലെയാണെന്ന് പറഞ്ഞ് നടക്കണേ. സ്ത്രീകളുടെ അന്തസ്സും മാഹാത്മ്യവും ഈ പറഞ്ഞ എലിസബത്ത് പറഞ്ഞ തിരുവചനം ഒക്കെ ഖണ്ഡിക്കാൻ വേണ്ടി സ്ത്രീകൾക്കെതിരെ വീടാന്തരം കയറി ഇറങ്ങി നടക്കുകയാണ് യഹോവ സാക്ഷികളും. കത്തോലിക്ക സഭയോടും തിരുവചനത്തോടുള്ള എതിർപ്പ് അവർ സ്ത്രീകളോടുള്ള എതിർപ്പായിട്ട്, മറിയത്തോടുള്ള എതിർപ്പായിട്ട് ചിത്രീകരിക്കുകയാണ്. അവർ മാനസാന്തരപ്പെടണം. തിരുവചനം അതാണ് പറയുന്നത്. ഗർഭഫലം അനുഗ്രഹീതമെന്ന് എലിസബത്ത് മറിയം എന്ന സ്ത്രീയോട് പറയുമ്പോൾ അത് വളരെ വലിയ സത്യങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. അത് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് മറ്റൊരു സന്ദേശം. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായിട്ട് ഏകദേശം 8 അർത്ഥങ്ങളാണ് സൂചിപ്പിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു ഗർഭഫലം എന്നതിൻ്റെ. മറ്റു കുറച്ച് അർത്ഥങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.